ആക്ച്വലി ഗോൾഡിന് ഒരു ഡെഡ് അസറ്റ് എന്ന് പറയുന്നപ്പോൾ എന്തുകൊണ്ടാണ്? ഒരു അസറ്റ്, ഏത് അസറ്റായാലും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവണം. ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് വേണം, വീടുണ്ടെങ്കിൽ റെൻറ്റ് കിട്ടണം, അല്ലേ? ഷെയർ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കിട്ടണം, ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഏത് അസറ്റ് എന്ന് വന്നാൽ എനിക്ക് വരുമാനം കിട്ടുന്ന സംഭവത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ലോക്കറി കിടക്കുന്ന ഒരു ഗോൾഡ്, അതിൽ നിന്ന് നമുക്ക് വല്ല വരുമാനം ഉണ്ടോ? ഇല്ല, ഐഡിയൽ അസറ്റാണ്. 34,000 ടൺ എന്ന് പറയുമ്പോൾ ഇമാജിൻ ദ കൈൻഡ് ഓഫ് എ വാല്യൂ ഓഫ് മണി ടുഡേ, അല്ലേ? പക്ഷേ ദിസ് നോട്ട് ജനറേറ്റിംഗ് എനി ഇൻകം ഇൻ ഇന്ത്യ. ഇതെല്ലാം ഐഡിയൽ അസറ്റാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നുണ്ട്, ഗ്രോത്ത്. ഫോർ എക്സാമ്പിൾ 2020 ഞാൻ പറയും ഒരു 4,000-5,000 രൂപ ഒരു ഗ്രാമിനുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇന്ന് 2026 വന്ന് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 13,000-14,000 വന്ന് നിൽക്കുകയാണ്, അല്ലേ? ഇപ്പം 14,600 പോകണം, ഇനിയും കൂടും, ഇത് ഇനിയും കൂടും. അപ്പം പ്രാക്ടിക്കലി എന്താ മനസ്സിലാക്കുന്നത്, ആ വാല്യൂ കൂടുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ റിയലൈസ്ഡ് വാല്യൂ അല്ല, നോഷണൽ വാല്യൂ ആണ്. എനിക്ക് ഇത്രയും വർത്ത് ഓഫ് ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട് എന്നത് നോഷണൽ ഫീലിംഗ് വാല്യൂ ആണ്. ഇറ്റ് ഇസ് നോട്ട് എൻകാഷ്ഡ് മണി. മറ്റേതൊക്കെ എൻകാഷ് ചെയ്യുന്ന മണിയാണ്, റെന്റ്, ഇൻട്രസ്റ്റ്. ഇറ്റ്സ് ബേസിക്കലി ദ മണി ഈസ് കമ്മിങ് ഇൻ ദ സർക്കുലേഷൻ. ഇറ്റ് ഈസ് എ മെറ്റൽ, ഇറ്റ്സ് ലിറ്ററലി എ മെറ്റൽ, അല്ലേ? എന്താ പെർസീവ്ഡ് വാല്യൂ ഓഫ് എ മെറ്റൽ? എന്താണ് നാളെ ഫ്യൂച്ചറിൽ ഇതിനൊരു വാല്യൂ ഉണ്ടാകും എന്നതുകൊണ്ട് നോർമലി ആൾക്കാർ ഗോൾഡ് വാങ്ങിക്കുന്നത് ടു സം എക്സ്റ്റെൻറ്റ് സേഫ്റ്റി, സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അല്ലെ, നാളെ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഈസിലി എ ലിക്വിഡ് അസറ്റ്. ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് എ വെരി വെരി സ്ട്രോങ് ലിക്വിഡ് അസറ്റ്. ഇന്ന് കൊടുത്താൽ എനിക്ക് നാളെ പൈസ. Fintaxman, the mentor your business needs.